Good morning. Okay. നമ്മുടെ സ്ഥിതിക്കാരുന്ന കുട്ടികളൊക്കെ കയറിയോ? ജോയിൻ ചെയ്തോ? ശരി. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? സിഗ്നിഫിക്കൻസ് വരെയല്ലേ? സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് നടത്തുന്നതിന്റെ പ്രാധാന്യം എന്തിനാണ് നമ്മൾ നടത്തുന്നത് അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുകയാണ്. റെഫറൻസ് ചെക്ക്. പേര് പോലെ തന്നെ നമ്മൾ റെഫറൻസ് ചെക്ക് നമ്മൾ ഒന്ന് റെഫർ ചെയ്യാണ് നമ്മളെ. അതായത് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിക്രൂട്ട്മെന്റിലെ ഒരു രീതിയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. അതായത് പുതുതായിട്ട് അവിടെ നിയമിക്കുന്ന ആ കാൻഡിഡേറ്റ്സ് ഇല്ലേ, അയാളുടെ മുൻ എംപ്ലോയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള്, അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മൾ റെഫർ ചെയ്യാണ്, സൂക്ഷ്മമായി പരിശോധിക്കുന്ന രീതിയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. നമ്മൾ പുതിയ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, എങ്കിലും അതിലുപരിയായിട്ട് അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ആ ഒരു എംപ്ലോയർ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി റെഫർ ചെയ്യുന്നതിനെയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. നോക്കിയേ, the process of collecting and verifying criminal records, commercial records and the financial records of an individual is known as reference check. എന്താ പറഞ്ഞേക്കുന്നേ? is the process of collecting, കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു, വെരിഫൈ ചെയ്യുന്നു. എന്തൊക്കെ? ക്രിമിനൽ റെക്കോർഡ്സുകള്, അവരുടെ പാസ്റ്റ് മുമ്പുള്ള ക്രിമിനൽ റെക്കോർഡ്സുകള്, കൊമേഴ്ഷ്യൽ റെക്കോർഡ്സ്, വാണിജ്യപരമായിട്ടുള്ള റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള റെക്കോർഡ്സ്, ഇതെല്ലാരും എന്ത് ചെയ്യുന്നു, നമ്മൾ കളക്ട് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. അതായത് ആ കാൻഡിഡേറ്റ്സ് മുൻ എംപ്ലോയറുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങള് അല്ലെങ്കിൽ അയാളെ കുറിച്ച് പറയുന്ന വിവരങ്ങള് ഇനി ഇതൊന്നുകൂടി സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനെയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്? നമുക്ക് ആ കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടുള്ള വിവരങ്ങളുടെ ഒരു സ്ഥിരീകരണം, അത് ശരിയാണോ എന്ന് നമുക്ക് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കാൻഡിഡേറ്റ്സ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എംപ്ലോയറിന് അതിനെ കുറിച്ച് അറിയാൻ പറ്റും. കുറച്ചും കൂടി ഡീറ്റെയിൽ ഫാസ്റ്റ് കാര്യങ്ങളോ ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനെയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിലൂടെ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ച് പ്രവചിക്കാൻ പറ്റും. അപ്പൊ നല്ല പെർഫോമൻസ് ആണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നല്ലൊരു എംപ്ലോയർ ആണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇതിനെ അത് പോസ്റ്റിലേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റും അല്ലെ, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് ഭാവിയിലേക്ക് ഫ്യൂച്ചറിലെ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കാനും ഈ റെഫറൻസ് ചെക്കിലൂടെ പറ്റും. നിങ്ങൾ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഈസ് നോൺ ആസ് ഡാഷ് എന്ന് പറയുന്നത് റെഫറൻസ് ചെക്ക്. The process of collecting, verifying criminal records, commercial records and the financial records of an individual is known as reference check. It is also known as background check or antecedent check. അതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടാ. എക്സാമിന് ചോദിക്കാറുണ്ട്, റെഫറൻസ് ചെക്ക് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നും അതോ ആന്റിസിഡന്റ് ചെക്ക്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആ കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് അത് ചെക്ക് ചെയ്യുന്നു. ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ മുൻകാല എന്നുള്ള മീനിങ് ആട്ടോ, മുൻകാലത്തുള്ള കാര്യങ്ങള്. ഓക്കെ, ഓർ ആന്റിസിഡന്റ് ചെക്ക്, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഓർ ആന്റിസിഡന്റ് ചെക്ക് എന്ന് അറിയപ്പെടുന്നു. അതായത് നമ്മള് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നു, അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ എന്നുള്ളത് ഒന്നുകൂടി റെഫർ ചെയ്യാണ്. These checks are commonly used by the employer or bring out more information about the candidate's qualification, fitness, character, working, etc. ഇനി എന്തിനു സഹായിക്കുന്നത്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈ റെഫറൻസ് ചെക്ക്? എംപ്ലോയർ ടു ബ്രിങ് ഔട്ട് മോർ ഇൻഫർമേഷൻ, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നേടുന്നതിന്. എന്തുമായി ബന്ധപ്പെട്ട്? അവന്റെ ക്വാളിഫിക്കേഷൻ, അവൻ ആ ജോലിക്ക് ഫിറ്റ് ആണോ, ഫിറ്റ്നസ്, അവരുടെ സ്വഭാവം, വർക്കിംഗ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കൊണ്ടുവരാനും അത് ശേഖരിക്കുന്നതിനും ഈ റെഫറൻസ് ചെക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു.
ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. ഇപ്പൊ നമ്മൾ വായിച്ച 3 സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിടണം ആ പാരഗ്രാഫിൽ. These checks are also used to evaluate potential higher risk for safety and security purposes. അതുകൂടി അണ്ടർലൈൻ ചെയ്തോ. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഓൾസോ യൂസ്ഡ് ടു ഇവാലുവേറ്റ്, വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അവന്റെ ഒരു പൊട്ടൻഷ്യൽ ഹയർ റിസ്ക്, ഒരു നിയമന അപകട സാധ്യതകൾ ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പർപ്പസ്. അതായത് ഇപ്പൊ നമ്മള് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണം അവനെ കറക്റ്റ് ആ ഒരു പോസ്റ്റിലേക്കൊക്കെ ഇടാനായിട്ട്. അവന്റെ സുരക്ഷ, സെക്യൂരിറ്റി, അതിന് വേണ്ടിയിട്ടുള്ള നിയമന അപകട സാധ്യതകളെ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റുന്നു. നിയമന അപകട സാധ്യതകളെ ഇവാലുവേറ്റ് ചെയ്യാനും ഈ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കും. എന്തിനാ? ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പർപ്പസ്, സുരക്ഷിതത്തിന്റെ ഭാഗമായിട്ട്. അതായത് അവന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലാണ് അവനെ കറക്റ്റ് പോസ്റ്റിലേക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലെ? ഏത് ജോബ് വേക്കൻസി ആണ്, അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, അല്ലെ? അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അവന് അറ്റായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് ഇടണം. എന്തിനു? അവന്റെ സേഫ്റ്റി, സെക്യൂരിറ്റി, ആ ഒരു ഇതും കൂടി റെഫറൻസ് ചെക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. 4 സെന്റൻസും ആ പാരഗ്രാഫില് അണ്ടർലൈൻ ചെയ്തിട്ടോ. ആ പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ. Employee antecedent verification tool is used to identify the information given by the candidates in relation to the previous employment. കണ്ടോ, അവന്റെ ആ മുൻകാല തൊഴിലുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങള് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ എംപ്ലോയി ആന്റിസിഡന്റ് വെരിഫിക്കേഷൻ ടൂൾ ഉപയോഗിക്കുന്നു. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇപ്പൊ ഞാൻ മുന്നേ വർക്ക് ചെയ്ത സ്ഥാപനം, അതിന് ഞാൻ പുതിയ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് എന്റെ പഴയ ഒരു പ്രീവിയസ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങള്, ഞാൻ പറയുന്ന വിവരങ്ങള് പുതിയ കമ്പനിക്ക് ഒന്ന് ചെക്ക് എന്താ പറയാ, അത് ചെക്ക് ചെയ്യാനായിട്ട്, നീ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ. അപ്പൊ എന്റെ പാസ്റ്റ് എംപ്ലോയറിനെ വിളിച്ച് ചോദിച്ചാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറി നമ്മൾ അറിയാവുന്ന ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് അവൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കാൻ പറ്റും. Identify the information given by the candidates in relation to the previous employment. മനസ്സിലാവുന്നില്ലേ? അതായത് കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടുള്ള അവന്റെ മുൻ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് അത് ഐഡന്റിഫൈ ചെയ്യാൻ, കണ്ടെത്താൻ, അവൻ പറഞ്ഞത് ശരി തന്നെയാണോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. However, thorough verification of an individual previous employment reveals several unreported employment falsification about the previous title and the duties and the employment gap. എന്നിരുന്നാലും നമ്മള് ഒരു വ്യക്തിയുടെ മുൻകാല ജോലിയുടെ സ്ഥിരീകരണം വഴി, നമ്മളെ റെഫറൻസ് വഴി എന്താണ് പലതരത്തിലുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത തൊഴിലുകള്, several unreported employment, നമ്മള് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി ഒഴിവുകള്, നിരവധി തൊഴിലുകള്, falsification about the previous title, നമ്മുടെ മുന്നുള്ള ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള falsification, തെറ്റായ അല്ലെങ്കിൽ വ്യാജവൽക്കരണം, falsification about the title and the duties and the employment gap. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പണ്ട് നമ്മൾ നിന്ന ജോലിയുടെ ഇന്ന ജോലിയാണോ, അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടി ഇതാണ്, എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വ്യാജവൽക്കരണം, ഇതൊക്കെ വെളിപ്പെടുത്താനും ഇതിലൂടെ ഈ റെഫറൻസ് ചെക്കിങ്ങിന് പറ്റും. ഒരു ഐഡിയ കിട്ടിയിൽ എന്താന്നുള്ളത്, അതായത് കാൻഡിഡേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഒന്നുകൂടി റെഫർ ചെയ്യും. ഓക്കെ, അതാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ഇനി എന്തിനൊക്കെയാണ് ഈ റെഫറൻസ് ചെക്ക് നമ്മൾ നടത്തുന്നത്? അതിന്റെ ഉദ്ദേശം എന്താണ്? പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളൂ കേട്ടോ. ഒന്നാമത്തെ എന്താണ് ഈ റെഫറൻസ് ചെക്കിന്റെ ഉദ്ദേശം, പർപ്പസ് എന്ന് പറഞ്ഞ എന്താ? വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ ജോബ് ആപ്ലിക്കൻസ്. ആ മെയിൻ 5 പോയിന്റ്സും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? വെരിഫൈ ചെയ്യാണ് of the information given by the job applicants. ആ ജോബ് ആപ്ലിക്കൻസ് നൽകിയിട്ടുള്ള വിവരങ്ങള് അതിനെ വെരിഫൈ ചെയ്യുന്നു, അതിനെ ഒന്ന് പരിശോധിക്കുന്നു.
അതാണ് ഒന്നാമത്തെ റെഫറൻസ് ചെക്ക്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അല്ലെ, എല്ലാവരും ഭയങ്കര സത്യസന്ധരൊക്കെ ആണെന്നുണ്ടോ? ചിലപ്പോ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ കള്ളമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ചിലപ്പോ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് എങ്ങനെ അവിടെ നമ്മള് എന്താ പറയാ, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജോലി കൊടുക്കും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കള്ളം പറയാം. പക്ഷെ എന്താ പറയാ, അങ്ങനെ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവര് ഈ റെഫറൻസ് ചെക്ക് നടത്തും. അതായത് ആപ്ലിക്കൻസ് പറഞ്ഞിട്ടുള്ള വിവരങ്ങള് വെരിഫൈ ചെയ്യാൻ, പരിശോധിക്കാൻ, ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഒന്നാമത്തെ എന്താണ് പോയിന്റ്, റെഫറൻസ് ചെക്കിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ ജോബ് ആപ്ലിക്കൻസ്. ജോബ് ആപ്ലിക്കൻസ് നൽകിയിട്ടുള്ള വിവരങ്ങള് വെരിഫൈ ചെയ്യാനായിട്ട് ഈ റെഫറൻസ് ചെക്ക് ഹെൽപ്പ് ചെയ്യും. Sometimes job applicants may not give accurate information regarding the previous employment, education in order to increase their employability. ഉണ്ടോ? ചില ജോബ് ആപ്ലിക്കൻസ് ഉണ്ട് ഭയങ്കര സൂത്രക്കാര്. അവരെന്ത് ചെയ്യുമെന്നറിയോ, കൃത്യമായിട്ടുള്ള വിവരം പറയൂല. പ്രീവിയസ് എംപ്ലോയ്മെന്റ്, അവര് മുന്നേ ജോലി ചെയ്തിരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരൂല. കണ്ടോ? may not give accurate information, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരൂല. ഏതുമായി ബന്ധപ്പെട്ട്, മുന്നുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, അവരുടെ എംപ്ലോയബിലിറ്റി എന്ന് വെച്ചാൽ തൊഴിൽക്ഷമത, എംപ്ലോയബിലിറ്റി, തൊഴിൽക്ഷമത ഒക്കെ നമുക്ക് ആ തൊഴില് നമുക്ക് കിട്ടണം അല്ലെ, അതിന് വേണ്ടിയിട്ട്. ഞാനിപ്പോ സത്യമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ ജോലി എനിക്ക് കിട്ടൂല അല്ലെ. അപ്പൊ ആ തൊഴിൽക്ഷമതയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട്, മുന്നുള്ള തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ അവൻ ചിലപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകണം എന്നില്ല. Thus, reference is used to verify the information provided by the candidates regarding the previous employment. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ് ഒന്ന്. And the dash is used to verify the information. നമ്മൾ അതായത് കാൻഡിഡേറ്റ്സ് കൊടുക്കുന്ന വിവരങ്ങള് വെരിഫൈ ചെയ്യാൻ, പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുമായിട്ട്, കാൻഡിഡേറ്റ്സിന്റെ പ്രീവിയസ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങൾ വെരിഫൈ ചെയ്യാനായിട്ട് ഈ റെഫറൻസ് ഹെൽപ്പ് ചെയ്യും. റെഫറൻസ് ചെക്ക് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണോ? രണ്ടാമത്തെ സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തു അവിടെ എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നമ്മൾ പറഞ്ഞത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ, വായിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല അല്ലെ. ചിലപ്പോ ഇങ്ങനെ ഭയങ്കര സൂത്രക്കാരൊക്കെ ഉണ്ടെന്നേ ഇന്നത്തെ കാലത്തൊക്കെ. പ്രത്യേകിച്ചും കള്ളം പറഞ്ഞൊക്കെ ജോലി കിട്ടാൻ വേണ്ടി ചിലപ്പോ എഡ്യൂക്കേഷൻ ചിലപ്പോ ഇത് ഉണ്ടാവില്ല, കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വേണ്ടി കള്ളമൊക്കെ പറയാം. പക്ഷെ കമ്പനി എന്ത് ചെയ്യും, അവിടെ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കും. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോക്കിയേ, ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പീറ്റൻസ്, സ്വഭാവവും വ്യക്തിഗത കഴിവും. ആ കാൻഡിഡേറ്റ്സിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഇന്റർപേഴ്സണൽ, ഓരോരുത്തർക്കും വ്യക്തിഗതമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവുമല്ലോ, ആ വ്യക്തിഗത കഴിവും അത് മനസ്സിലാക്കാൻ. If interpersonal skill is essential for any job profile, ഏതൊരു ജോലിക്കും നമ്മൾ എന്താ വ്യക്തിഗതമായിട്ടുള്ള കഴിവുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആ ജോബ് പ്രൊഫൈലിന് വളരെയധികം എസെൻഷ്യൽ ആണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. Thus, in that case, a separate category should be present on the reference check in order to obtain detailed information. അപ്പോൾ ആ കാൻഡിഡേറ്റ്സിന്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇന്റർപേഴ്സണൽ കോമ്പീറ്റൻസ്, വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ, ഇതുമാക്കിയായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട്, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് എന്താ ഒരു സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ട്, ഒരു പ്രത്യേക വിഭാഗം ഉണ്ടെന്ന്. റെഫറൻസ് ചെക്കില് ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട്, മനസ്സിലായോ? ഒരു പ്രത്യേക വിഭാഗം തന്നെ അവിടെ ഉണ്ട്. നമ്മളിപ്പോ എന്താ പറയാ, ഓരോ സെക്ഷനുകളൊക്കെ ഇല്ലേ, ഓരോന്നിന് വേണ്ടിയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ റെഫറൻസ് ചെക്കിന് വേണ്ടിയിട്ട് അവിടെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് കാറ്റഗറി, ഒരു സെപ്പറേറ്റ് വിഭാഗത്തിനെ തന്നെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? അവരുടെ ജോലി എന്താ? ആ കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക അല്ലെ, അത് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, HR കോർഡിനേറ്റർ, ഹ്യൂമൻ റിസോഴ്സ് കോർഡിനേറ്റർ, HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? HR എക്സിക്യൂട്ടീവ് എന്താ?
മാനേജ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് HR ഓപ്പറേഷൻ, ഹ്യൂമൻ റിസോഴ്സ് പ്രവർത്തനങ്ങളെ, എല്ലാ ദിവസവും നടക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്ന ആളാണ് HR കോർഡിനേറ്റർ. HR എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയിയും അതുപോലെ തന്നെ മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു ലിങ്ക് ആണ്. അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അവിടെ റിക്രൂട്ട്മെന്റ്, പേറോള് അങ്ങനെയൊക്കെയായി ബന്ധപ്പെട്ട എന്താ പറയാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന അങ്ങനെ പ്രത്യേക വിഭാഗമുണ്ട്. ചില എന്താ പറയാ ഈ റെഫറൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ് HR കോർഡിനേറ്റർ, HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് മൂന്നാമത്തത്, ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞ എന്താ? ഒമിഷൻ, OMISSION, ഒമിഷൻ. ഒമിറ്റ് ചെയ്യുക, ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അതായത് നമ്മള് കാൻഡിഡേറ്റ്സ് ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ചില വിവരങ്ങളില്ലേ, അത് ചെക്ക് ചെയ്യാൻ. മൂന്നാമത്തെ പോയിന്റ് ആട്ടോ, ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ. കാൻഡിഡേറ്റ്സ് ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ചില വിവരങ്ങൾ ഉണ്ടാവാം, അത് ചെക്ക് ചെയ്യാൻ. Sometimes candidates may not give details related to the background. ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്നില്ല. Because they believe that it will reduce their chance of the employment. അപ്പൊ എന്തുകൊണ്ടാ അവർ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മുടെ എല്ലാ വിവരങ്ങളും ചിലപ്പോൾ രേഖപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ ആ തൊഴിൽ അവർക്ക് നഷ്ടപ്പെടാം. ആ തൊഴിൽ കിട്ടാനുള്ള ചാൻസ് കുറയ്ക്കാം. Most of the employer wanted to check whether the candidate has any criminal record or not. അപ്പൊ മിക്ക എംപ്ലോയറും ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ് ആ കാൻഡിഡേറ്റ്സിന് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഉണ്ടോ, ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന്. വല്ല കേസോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ആ ജോലിയിൽ നിന്ന് വിട്ടതാണെങ്കിലോ, മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത്? അതായത് മുന്നേ ജോലി ചെയ്തോണ്ടിട്ടേ വല്ല അടിപിടി കേസ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ജോലിയിൽ പിരിച്ചുവിട്ടതാണെങ്കിലോ, അത് നമ്മൾ പുതിയ ജോലി അന്വേഷിച്ച് പുതിയ ജോലിക്ക് ചെല്ലുമ്പോ നമ്മൾ പറയോ എന്നെ ആ കമ്പനിയിലെ അവിടെ അടിപിടി ഉണ്ടായിട്ട് എന്നെ വിട്ടതാന്ന് ആരെങ്കിലും പറയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ജോലി കിട്ടൂല, അവർക്ക് തന്നെ അറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാ സത്യസന്ധമായിട്ട് പറയോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരത് ഒളിച്ചു വെക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യണം, ഈ കമ്പനിക്കാര് പ്രത്യേകിച്ച് അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി റെഫർ ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയിൽ പോകുന്നതാണോ, അങ്ങനെയെങ്കിൽ പിന്നെ ഇവർക്ക് റിസ്ക് ആവൂല്ലേ. ഇതുപോലെ തന്നെ കുറച്ചാൾ കഴിയുമ്പോ ഈ കമ്പനിയിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പൊ കാൻഡിഡേറ്റ്സ് ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അത് മനസ്സിലാക്കാനായിട്ട്. ചെക്ക് ദ ഒമിഷൻ ഓഫ് ദ ഇൻഫർമേഷൻ. ചിലപ്പോൾ കാൻഡിഡേറ്റ്സ് അവരുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഒന്നും തരുന്നില്ല. എന്താ അവർ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ അവനറിയാം. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ ആ ജോലിയുടെ ചാൻസ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ പറയണമെന്നില്ല. അപ്പൊ പക്ഷെ എംപ്ലോയർ എന്ത് ചെയ്യണം, അവിടെ ചെക്ക് ചെയ്യണം അല്ലെ. ആ കാൻഡിഡേറ്റ്സിന് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ അടുത്തത് നാലാമത്തെ, സെർവ് ആസ് എ പ്രെഡിക്റ്റർ ഓഫ് ജോബ് സക്സസ്. ഒരു ജോലിയുടെ വിജയത്തിന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ജോലിയുടെ സക്സസ്, ജോലിയുടെ വിജയത്തിനെ പ്രവചിക്കാൻ, മുൻകൂട്ടി നമ്മൾ പ്രവചിക്കാനായിട്ട് reference check is used to predict the ability of job applicants to perform the task and duties. Hence, it is used to forecast job സക്സസ്. അതായത് റെഫറൻസ് നമ്മള് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അയാള് നല്ല കഴിവുണ്ട്, ഇന്ന റിവാർഡ്സ് ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്, അതിന് നല്ല ബ്രില്യന്റ് ആണ്, ഒത്തിരി ബഹുമതികള് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമ്മള് അത് എന്താ പറയാ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കമ്പനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാലോ. നമ്മുടെ കമ്പനിയിലേക്ക് ഇയാളെ ആ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മുടെ കമ്പനിക്കും നല്ല വിജയം ഉണ്ടാകും എന്നവർക്ക് മുൻകൂട്ടി പറയാൻ പറ്റും അല്ലെ. എന്നുവെച്ചാൽ നല്ല ബ്രില്യന്റ് ആണ്, നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി. ഓക്കെ, the reference check is used to predict the ability of job applicants to perform the task and duties. ആ ജോലി, ആ ടാസ്ക് ഡ്യൂട്ടീസ് നിർവഹിക്കാൻ ജോബ് ആപ്ലിക്കൻസിന്റെ ആ എബിലിറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് റെഫറൻസ് ചെക്ക്. നമുക്ക് പറയാലോ അയാൾ ഓക്കെ വില്ലിംഗ് ആണ്, ആ ജോലി ചെയ്യാൻ അയാൾ ഓക്കെ ആണെന്ന് പ്രിഡിക്റ്റ് ചെയ്യാം നമുക്ക്.
റെഫറൻസ് ചെക്ക് നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? ഹെൻസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫോർകാസ്റ്റ് ദ ജോബ് സക്സസ്. ജോബിന്റെ വിജയത്തെ മുൻകൂട്ടി കാണാനും പ്രവചിക്കാൻ. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവചിക്കുക, പ്രവചിക്കാനും പറ്റും. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. നമുക്ക് ഒന്നാമത്തെ സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ നിങ്ങളെ മൂന്നാമത്തെ പോയിന്റിൽ വേണമെങ്കിൽ ആ സെന്റൻസ് രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തവിടെ. ആ കാൻഡിഡേറ്റ്സിന്റെ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ റെഫറൻസ് ചെക്കിലൂടെ പരിശോധിക്കാൻ പറ്റുമെന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചത്. പിന്നെ അഞ്ചാമത്തെയാണ് വില്ലിംഗ്നെസ് ഓഫ് ദ പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ ടു റീഹയർ ദ ആപ്ലിക്കൻസ്. എന്താ? ആപ്ലിക്കൻസിനെ വീണ്ടും നിയമിക്കാൻ എംപ്ലോയർ ആഗ്രഹിക്കുകയാണെങ്കിൽ, പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ ടു റീഹയർ ദ ആപ്ലിക്കൻസ്, അവനെ വീണ്ടും വേണമെങ്കിൽ നിയമിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, തയ്യാറാവുകയാണെങ്കിൽ, അതും നമുക്ക് ഒന്ന് റെഫർ ചെയ്യാം. If the previous or current employer is eager to rehire the applicants, it helps to get a clear view of the candidate's potential. ആ കാൻഡിഡേറ്റ്സിന്റെ കഴിവുകളെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടാനും പറ്റും. അവർ വീണ്ടും നിയമിക്കുകയാണെങ്കിൽ, നിലവിലുള്ള എംപ്ലോയർ ആഗ്രഹിക്കുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ വീണ്ടും അവരെ തന്നെ വീണ്ടും അവിടെ നിയമിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു നല്ല വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടാനും ഈ റെഫറൻസ് ചെക്കിലൂടെ പറ്റും. മുന്നുള്ള എംപ്ലോയറിനെയോ അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയറിനെയോ വീണ്ടും അവിടെ നിയമിക്കാൻ അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന ഈ റെഫറൻസ് ചെക്ക് ഹെൽപ്പ് ചെയ്യും. ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ 5 കാര്യങ്ങളാണ് നമ്മൾ ആ റെഫറൻസ് ചെക്കിന്റെ പർപ്പസ് പറഞ്ഞത്. അതായത് ആപ്ലിക്കൻസ് പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ. രണ്ടാമത്തെ, സ്വഭാവവും വ്യക്തിഗത കഴിവുകളും മനസ്സിലാക്കാൻ. പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് കാൻഡിഡേറ്റ്സ് അവിടെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന വിവരങ്ങളില്ലേ, അപ്പൊ അവന് വല്ല അടിപിടി കേസോ ക്രിമിനൽ കാര്യങ്ങളോ റെക്കോർഡ്സോ അതൊക്കെ അങ്ങനെ പറയൂല. അപ്പൊ അവര് കാൻഡിഡേറ്റ്സ് ഒളിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന വിവരങ്ങൾ അത് ചെക്ക് ചെയ്യാൻ. പിന്നെ ജോബ് സക്സസിന്റെ ഒരു പ്രവചിക്കാനായിട്ട്. പിന്നെ അടുത്ത എന്താണ്? നമ്മുടെ പാസ്റ്റ് അല്ലെങ്കിൽ കറന്റ് എംപ്ലോയർ, നമ്മുടെ മുന്നുള്ള എംപ്ലോയർ അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയർ നമ്മളെ വീണ്ടും നിയമിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഞാൻ വേറെ കമ്പനിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് എന്റെ പഴയ പാസ്റ്റ് എംപ്ലോയർ എന്നെ വീണ്ടും നിയമിക്കാൻ, ആ കമ്പനി തന്നെ വീണ്ടും നിയമിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് ചെക്ക് ഉപയോഗിക്കും. ഒന്നുകൂടി ഡീറ്റെയിൽ ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്ത് ചെയ്യാമെന്നോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നോക്കാം. ഈ കറണ്ട് എംപ്ലോയറിനും വീണ്ടും ആപ്ലിക്കൻസിനെ നിയമിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ വ്യൂ കിട്ടുന്നതിനും ഈ റെഫറൻസ് ചെക്ക് ഹെൽപ്പ് ചെയ്യും. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ എന്ന് നോക്കി 5 പോയിന്റ്സ് നമ്മൾ ഇന്ന് പറഞ്ഞത്. പർപ്പസ് എന്താണെന്നുള്ളത് റെഫറൻസ് ചെക്കില് ക്ലിയർ ആണോ നോക്കി. ഹദീജ, രേഷ്മ, ജസ്മിനി, കാവേരി ഓക്കെയാണോ? പേര് വിളിക്കാത്തവരും ഓക്കെയാണോ എന്ന് പറയുന്നു കേട്ടോ. ഞാൻ കുറച്ച് സ്ക്രീനിൽ പെട്ടെന്ന് കാണുന്ന കുറച്ച് പേരുകൾ അങ്ങോട്ട് വിളിക്കണമെന്നുള്ളൂ കേട്ടോ. ഓക്കെയാണ്, നമുക്ക് മനസ്സിലാക്കി വെക്കാവുന്ന കാര്യങ്ങളാണ്. ഈ നമുക്കിവിടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടല്ലോ. 4th പോയിന്റ് റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെ, പറയാലോ. 4th പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? സെർവ് ആസ് എ പ്രിഡിക്റ്റർ ഓഫ് ദ ജോബ് സക്സസ്. ജോബിന്റെ വിജയത്തിനെ മുൻകൂട്ടി കാണാനായിട്ട് റെഫറൻസ് ചെക്കിലൂടെ പറ്റും. അതായത് വേറെ ഒന്നുമില്ല, അതായത് നമുക്ക് ഈ ജോബ് ആപ്ലിക്കൻസിന് ആ ജോലി നിർവഹിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഡ്യൂട്ടീസ് അതിന്റെ ടാസ്ക് നിർവഹിക്കാൻ പറ്റുമോ എന്നതുമായി ബന്ധപ്പെട്ട ആ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ, മുൻകൂട്ടി കാണാൻ റെഫറൻസ് ചെക്കിലൂടെ പറ്റും. നമ്മളിപ്പോ ഒരു പുതിയ സ്ഥലത്ത് ജോലിക്ക് പോയി, ഈ ജോലിക്ക് നമ്മൾ ചെല്ലാണെന്ന് വിചാരിക്കാം. പഴയ റെഫറൻസ് ചെക്ക് നോക്കുമ്പോൾ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഈ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടാനാണല്ലോ റെഫറൻസ് ചെക്ക് നടത്തുന്നത്. അപ്പൊ നോക്കുമ്പോ നമ്മൾ നോക്കുവാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോ അയാൾക്ക് നല്ല എബിലിറ്റി ഉണ്ട്, അല്ലെ, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്, നല്ല ബെസ്റ്റ് എംപ്ലോയറിന് അവിടെ നിന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, നല്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മുടെ ഇപ്പൊ നിലവിലുള്ള കമ്പനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂലേ, അല്ലെ? അവൻ കുഴപ്പമില്ല, അവൻ ബെറ്റർ ആണ്,
അവന് ആ എന്ത് ടാസ്ക് കൊടുത്താലും എല്ലാ ഡ്യൂട്ടിയും അവന് നല്ലോണം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാ? നല്ല എംപ്ലോയറിന് റിവാർഡ് കിട്ടിയ ആളാണ്. കണ്ടോ? ആ റെഫറൻസ് ചെക്ക് നമ്മൾ നടത്തി കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായല്ലോ അയാൾക്ക് നല്ല എംപ്ലോയറിനുള്ള അവാർഡ് കിട്ടി. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. എന്ത് ഡ്യൂട്ടീസ് ആണെങ്കിലും എന്തൊക്കെ ടാസ്കുകളാണെങ്കിലും അവൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പ്രവചിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെ സക്സസ് പ്രവചിക്കാൻ പറ്റും. കണ്ടോ? എംപ്ലോയറിന് കൊള്ളാം, ഇവന് നമ്മുടെ കമ്പനിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ആ ജോലിക്ക് നല്ല വിജയം ഉണ്ടാകും, നല്ല രീതിയിൽ കമ്പനി മുന്നേറാൻ പറ്റും എന്നൊക്കെ നമ്മുടെ ആ റെഫറൻസ് ചെക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എന്നാൽ ഒരു കഴിവില്ലാത്ത ഒരാളെയാണെങ്കിലും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം. ഇയാളെ ഇവിടെ നിയമിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അയാൾക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട്, വലിയ ഇതൊന്നും വർക്കിന് വലിയ ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരെ ഒമിറ്റ് ചെയ്യാനും പറ്റും, ഒമിഷൻ നടത്താനും പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് ചോദിച്ചാക്ക്. ഓക്കെ, ഒന്നും രണ്ടും നെറ്റ് ഇഷ്യൂ ആരെല്ലാം കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തേല് പെട്ടെന്ന് ഞാൻ പറയാം കേട്ടോ. അത് ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ റെക്കോർഡ് എടുത്തിട്ട് ആ ഭാഗം മാത്രം ഒന്ന് കേൾക്കുക കേട്ടോ. മറ്റുള്ളവർക്ക് മനസ്സിലായവർക്ക് വീണ്ടും വീണ്ടും പറയുമ്പോൾ ബോറടിക്കുമല്ലോ. ഒന്നാമത്തെ ജോബ് ആപ്ലിക്കൻസ് പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റിൽ അത്രേ ഉള്ളൂ. ജോബ് ആപ്ലിക്കൻസ് പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. പിന്നെ അവരുടെ സ്വഭാവവും വ്യക്തിഗത കഴിവുകളും അത് മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട്, അവിടെ ഒരു വിഭാഗമുണ്ട്, HR കോർഡിനേറ്റർ, HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയാണ് പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി മെത്തേഡ്സ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ റെഫറൻസ് ചെക്ക് ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് നടത്താൻ പറ്റും, എങ്ങനെയൊക്കെയാണ് ഈ റെഫറൻസ് ചെക്ക് നടത്തുന്നതെന്ന് നോക്കിയേ. ഒന്നാമത്തെയാണ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസസ്. എന്താ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസസ്? ഇന്റർനെറ്റിനെ ബേസ് ചെയ്തിട്ട് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസസ് ആ മെത്തേഡ്സ് ഒന്ന് ഓരോന്ന് പോയിന്റ്സ് നോക്കി വെക്കണം കേട്ടോ. ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസസ് ഇസ് എ മെത്തേഡ് ഓഫ് എൻക്വയറിംഗ് and checking the information given by the candidates online with the help of a computer. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. എന്നിട്ട് ചോദിക്കും അത് ഏത് റെഫറൻസ് ആണ്. ഇൻ ഡാഷ് റെഫറൻസ് ഈസ് എ മെത്തേഡ് ഓഫ് എൻക്വയറിംഗ് ആൻഡ് ചെക്കിംഗ്. ആ സെന്റൻസ് അതുപോലെ തന്നെ ചോദിക്കും. എന്നിട്ട് ടെലിഫോൺ റെഫറൻസ് ആണോ, ഓപ്ഷൻ ബിയിലെ റിട്ടേൺ റെഫറൻസ് ആണോ, ഓപ്ഷൻ എയിലെ സിയിലെ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ആണോ, ഓപ്ഷൻ ഡിയിലെ നൺ ഓഫ് ദ എബോവ്, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് തരാം. അത് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്, ഏതിൽ കൂടിയാണ്? ഓൺലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലൂടെ ഓൺലൈൻ ആയിട്ട് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങൾ ചെക്ക് ചെയ്യുന്നു. മനസ്സിലായോ ഇന്റർനെറ്റ് ബേസ്ഡിൽ എന്താണെന്നുള്ളത്? ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ഇസ് എ മെത്തേഡ് ഓഫ് എൻക്വയറിംഗ് ആൻഡ് ചെക്കിംഗ് ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ്സ്. എങ്ങനെയാണ് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഓൺലൈൻ ആയിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഓൺലൈൻ ആയിട്ടാണ് ചെക്ക് ചെയ്തത്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. In this method, employers use various search engines. അപ്പൊ അത് സെർച്ച് ചെയ്യാനായിട്ട് പല സെർച്ച് എഞ്ചിൻസ് എംപ്ലോയർ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാ? ഗൂഗിൾ, യാഹൂ, എക്സെട്ര. രണ്ടെണ്ണം അണ്ടർലൈൻ ചെയ്തോ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനല്ലേ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നെറ്റില് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും കാര്യങ്ങൾ. അപ്പൊ എംപ്ലോയർ ഗൂഗിൾ, യാഹൂ തുടങ്ങിയ സെർച്ച് എഞ്ചിൻസ് അത് ഉപയോഗിച്ചുകൊണ്ട്, അതായത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഓൺലൈൻ ആയിട്ട് കാൻഡിഡേറ്റ്സിന്റെ വിവരങ്ങൾ പരിശോധിക്കും. To verify that the information provided by the candidates is true or not. അത് വെരിഫൈ ചെയ്യണ്ടേ? എല്ലാം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ വാക്കാല്? ഇല്ല. അപ്പൊ അതുകൊണ്ട് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് റെഫറൻസ് ചെക്കിലൂടെ പറ്റും. Nowadays, internet-based reference check are being popular in India among the various organizations because now the employer want to make the less effort for reference check. കണ്ടോ ഇന്ത്യയില് ഈ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലർ ആണ്. എന്താ കാര്യം? ബിക്കോസ് now the employer want to make less effort. വലിയ എഫേർട്ട് ഉണ്ടോ നെറ്റിൽ കയറി സെർച്ച് ചെയ്യുന്നതിന്? പോയി അന്വേഷിക്കുകയോ വേറെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എഫേർട്ട് കുറവാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇത് വളരെയധികം പോപ്പുലർ ആണ്. Want to make the less effort for reference check.
എംപ്ലോയറിന് വലിയ അധ്വാനമൊന്നും ഇല്ലാന്ന്, കുറച്ച് എഫേർട്ട് എടുത്താൽ മതി ഈ റെഫറൻസ് ചെക്കില്. ക്ലിയർ അല്ലേ ഒന്നാമത്തെ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ്? രണ്ടാമത്തെയാണ് ടെലിഫോൺ റെഫറൻസ്. അപ്പൊ ഏതിൽ കൂടി ആയിരിക്കും റെഫറൻസ് നടത്തുന്നത്? ടെലിഫോൺ, ഫോണിൽ കൂടി ആയിരിക്കും. ഫോൺ വിളിച്ച് അന്വേഷിക്കാൻ പാടില്ലേ? This method is one of the easiest method of reference check. റെഫറൻസ് ചെക്കുകളിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ ഒരെണ്ണമാണ് ഈ ടെലിഫോൺ റെഫറൻസ് എന്ന് പറയുന്നത്. In this method, employer may verify the candidate's information over the phone. Underline ചെയ്തേ, ആ സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട. ഏതിൽ കൂടിയാണ് അവര് കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യുന്നത്? ഏതിൽ കൂടിയാ? ഫോൺ. ഫോണിന് കാണുമ്പോ അറിയാലോ ടെലിഫോൺ റെഫറൻസ് ആണ്, സംശയമില്ല. മറ്റേത് ആദ്യത്തേല് കമ്പ്യൂട്ടറിന് കാണുമ്പോ അറിയാം ഇന്റർനെറ്റ് ബേസ്ഡ് ആണെന്നുള്ളത്. അതായത് ഫോണിന് നേരെ കാണുമ്പോൾ നമുക്ക് കണ്ണടച്ച് എഴുതാം ഏതാണ് ടെലിഫോൺ റെഫറൻസ് ആണ്. അപ്പൊ അതിനകത്ത് എംപ്ലോയർ എങ്ങനെയാണ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, നേടുന്നതിന് വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത്? അവിടെ മീഡിയ ഏതാ? ഫോണാണ്. സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. A telephone reference check allows the employer to assess the tone of the applicant's previous employer and then determine the truthfulness of data about the applicant. ഉണ്ടോ ഈ ടെലിഫോൺ? അപ്പൊ നമ്മൾ ഫോൺ വിളിച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെ. അപ്പൊ ഈ ടെലിഫോൺ റെഫറൻസില് എംപ്ലോയറിന് allow the employer to assess the tone of the applicant's previous employer. ആ പ്രീവിയസ് എംപ്ലോയറിലെ, അതായത് ആ കാൻഡിഡേറ്റ്സ് മുന്നിൽ നിന്ന ജോലി സ്ഥലത്തെ ആ ഒരു മുതലാളി ഉണ്ടല്ലോ, എംപ്ലോയർ, തൊഴിലുടമ ഉണ്ടല്ലോ, അവിടെ ടോണിന്ന് തന്നെ അസസ് ചെയ്യാമെന്ന്. എങ്ങനെയാ? നമ്മൾ വിളിച്ച് ഇന്നാണ് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്തത്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ ആ ടോണ് ശ്രദ്ധിക്കുക അല്ലെ? ടോണിന്ന് കുഴപ്പമില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ നമുക്കറിയാലോ, ഏകദേശം അറിയാലോ. നമ്മളാണെങ്കിൽ ഫോൺ വിളിക്കുമ്പോ നമ്മുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കുടെ റെസ്പോൺസ് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ലേ? നമ്മളോട് ഇഷ്ടമായിട്ട് സംസാരിക്കുന്നതാണോ, ദേഷ്യം കൊണ്ടാണോ, വേണോന്ന് വെച്ചിട്ടാണോ എന്നൊക്കെ നമുക്കറിയാലോ അല്ലെ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? പ്രീവിയസ് എംപ്ലോയറിന്റെ ആപ്ലിക്കൻസിന്റെ പ്രീവിയസ് എംപ്ലോയറിന്റെ ടോണിൽ നിന്ന് തന്നെ നമുക്ക് എംപ്ലോയറിന് വിവരങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഫോൺ വിളിച്ചിട്ടേ മനു നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണല്ലേ, എങ്ങനെയുണ്ട്, ആളെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ കൊള്ളാം, നല്ല മിടുക്കനാണ്, നല്ല ഇതാണ് എന്നൊക്കെ പറയുമ്പോ നമുക്കറിയാലോ. പിന്നെ നമുക്ക് വേറെ ഡീറ്റെയിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Candidate determine the truthfulness of data about the applicant. അപ്പൊ നമുക്കറിയാം അവൻ പറഞ്ഞ ഡേറ്റ ശരിയാണ്, അവൻ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ വിശ്വസ്തത നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോഴും അയാൾ പറഞ്ഞില്ലേ, പ്രീവിയസ് എംപ്ലോയർ പറഞ്ഞു തന്നില്ലേ നമുക്ക് ഫോണിലുള്ള കാര്യങ്ങള്. അപ്പോ എന്താ പറയാ, ഈ ആപ്ലിക്കൻസ് നമുക്ക് നൽകിയിട്ടുള്ള ഡേറ്റാസിന്റെ വിശ്വസ്തതയും നിർണ്ണയിക്കാൻ പറ്റും. ക്ലിയർ ആയോ നോക്കിയേ? ടെലിഫോൺ റെഫറൻസ്. ഓക്കെ. ഇനി അടുത്തതാണ് റിട്ടേൺ റെഫറൻസ്. റിട്ടേൺ എഴുതി വെച്ചേക്കുന്ന കാര്യം, എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്. ഓക്കെ, റിട്ടേൺ റെഫറൻസ്. In this method, a letter is used to check or enquire the information about the candidates. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ അവിടെ ഉപയോഗിക്കുന്നത്? ലെറ്റർ ആണ്. ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫോൺ അല്ല, ഇന്റർനെറ്റ് അല്ല. ഇവിടെ എങ്ങനെയാണ് ഈ മെത്തേഡ്? റിട്ടേൺ റെഫറൻസിൽ എന്താ ഉപയോഗിക്കുന്നത്? ലെറ്റർ. അണ്ടർലൈൻ ചെയ്തോട്ടോ. In this method, it's a return reference. In return reference, a letter is used to check or enquire the information about the candidates. A sentence underline cheyuda. A large amount of information is collected by the HR department of the candidates previous organization. Appo candidates munnil ninna aa company ille avadate HR department, human resource department candidates ne kurichulla vivarangal avade ezhuthi vechittundayirikkuallo, oru record undaville. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു റെക്കോർഡ് അവർ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ റെഫറൻസ് നടത്തുന്നത്. The data collected by the HR department at the previous employer of the candidates whose name has to be mentioned by the candidates. This method is very time consuming. കണ്ടോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? റെഫറൻസ്, റിട്ടേൺ റെഫറൻസ് എന്ന് പറഞ്ഞാൽ കുറെ സമയം എടുക്കും. പെട്ടെന്ന് ഇപ്പൊ ഫോൺ വിളിച്ചാൽ നെറ്റിൽ കൂടെ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും, കാൻഡിഡേറ്റ്സിന്റെ വിവരങ്ങൾ കിട്ടും. പക്ഷെ ഇതെന്താണ്? ദിസ് മെത്തേഡ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്.
റിട്ടേൺ റെഫറൻസ് എന്ന് പറഞ്ഞാൽ കുറെ സമയം എടുക്കുക. അതായത് ലെറ്റർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ആ നമ്മൾ മുന്നിൽ ജോലി ചെയ്തിരിക്കുന്ന HR ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതാണ് റെഫറൻസിന് ഉപയോഗിക്കുന്നത്. ലെറ്ററിൽ കൂടിയാണ് അത് നമുക്ക് കിട്ടുന്നത്. The question is return request reference should be direct, simple and related to the job. Return request reference ഉള്ള questions എങ്ങനെയാ? ഡയറക്റ്റ് ആണ്, സിമ്പിൾ ആണ്, ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്, എഴുതിയേക്കുന്നത്. The question in return request, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലെറ്ററിൽ കൂടി അല്ലേ ചോദിക്കുന്നത്, നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. അത് ഡയറക്റ്റ്, സിമ്പിൾ ആൻഡ് ഓൺലി ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളായിരിക്കും. ആ ക്വസ്റ്റ്യൻ ഒന്ന് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്. Return reference should be used for exempt and non-exempt employees. ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതും ഒഴിവാക്കപ്പെടാത്ത അല്ലെങ്കിൽ നേരിട്ടുള്ള എംപ്ലോയീസിനെ കുറിച്ചുള്ള എന്താ പറയാ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഉപയോഗിക്കും. Should be used for. Return reference should be used for. exempt and non-exempt employees. ഇനി അടുത്തതാണ് പേഴ്സണൽ റെഫറൻസ്. പേഴ്സണൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ, ഒരു വ്യക്തിനെയാണ്. നമ്മള് ലെറ്ററോ ഫോണോ റിട്ടേണോ ലെറ്ററോ ഒന്നും അല്ല അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ആരെയാ? വ്യക്തിനെയാണ്. ഇപ്പൊ രേഷ്മയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കാവേരിയോട് ആയിരിക്കും ചോദിക്കുന്നത്. വ്യക്തികളോടാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, when an organization gives reference form to the candidates in which the name of known people are requested. മിക്ക ഓർഗനൈസേഷൻസും എന്താ ഒരു റിട്ടേൺ നമ്മുടെ ഈ പേഴ്സണൽ റെഫറൻസ് നമ്മള് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ കമ്പനിയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളെങ്കിലും ഉണ്ടോ, അവരുടെ പേര് കോൺടാക്ട് നമ്പർ ഒക്കെ വെക്കാൻ പറയും അല്ലേ? അതായത് അറിയപ്പെടുന്ന ആളുകളുടെ പേരുകൾ, അതായത് അവരറിയുന്ന കാൻഡിഡേറ്റ്സ് അറിയുന്ന ആളുകളുടെ പേര് റെഫറൻസിന് വെക്കാൻ പറയും, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ വെക്കാൻ പറയും. അപ്പൊ അവർക്ക് അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാം അല്ലെ? ഇറ്റ് ഈസ് എ ലെങ്തി പ്രോസസ്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. It is lengthy process and sometimes this process is not useful. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആണത്. ലെങ്തി പ്രോസസ് ആണ്, ചില സമയത്ത് അത് യൂസ്ഫുൾ അല്ല. പ്രോസസ് ഈസ് നോട്ട് യൂസ്ഫുൾ. എന്താ കാര്യം ചില സമയത്ത് യൂസ്ഫുൾ ആണെന്ന് പറയാൻ? കാവേരി രേഷ്മ നല്ല ചങ്ക് ഫ്രണ്ട്സ് ആട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, കാവേരി രേഷ്മ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ കാവേരി പറയോ രേഷ്മ കൊള്ളൂല എന്ന്? പറയോ കാവേരി? ഇല്ല. ചിലപ്പോ ഇച്ചിരി പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാവേരി രേഷ്മയല്ലേ നല്ല പിടിക്കാണല്ലോ, ഒരു കുഴപ്പമില്ല, നല്ല ഇതാന്നേ പറയുള്ളൂ, ശരിക്കും ഉള്ളിൽ നിന്ന് തുറന്നു പറയൂല അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആ പറഞ്ഞേക്കുന്നത് ഈ അധികം യൂസ്ഫുൾ അല്ല എന്നുള്ളത്. The personal reference should only be used in those cases where there is no option for any other reference check. മറ്റു റെഫറൻസ് ചെക്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. അങ്ങനെയുള്ള ഇതിൽ മാത്രമേ പേഴ്സണൽ റെഫറൻസ് ഉപയോഗിക്കുള്ളൂ. വേറെ റെഫറൻസിന് ഓപ്ഷൻ ഇല്ലാത്തപ്പോ മാത്രമാണ് പേഴ്സണൽ റെഫറൻസ് ഉപയോഗിക്കുള്ളൂ. മനസ്സിലായോ? എന്നുവെച്ചാൽ നമുക്കത് ശരിക്കും എന്താ കുറെ സമയം എടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല ചിലപ്പോ അത് യൂസ്ഫുൾ അല്ല. നല്ല ഇതായിട്ടിരിക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാല് അവർക്കുള്ള കുറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്നില്ല, സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് in this method employee gets a clear picture. എംപ്ലോയർ ആണ് കേട്ടോ അവിടെ, എംപ്ലോയർ എന്നാക്കിയത് കേട്ടോ. In this method employer, ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ടെക്സ്റ്റിൽ ഒന്ന് കറക്റ്റ്, എംപ്ലോയി എന്നാണ് ഇവിടെ, അത് തെറ്റാണ്, എംപ്ലോയർ ആണ്. EMPLOYER. എംപ്ലോയർ gets a clear picture of the applicants. ഈ ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ചിത്രം എംപ്ലോയറിന് കിട്ടും. Because this type of reference is conducted by the people who know very little about the applicants. ആപ്ലിക്കൻസിനെ കുറിച്ച് വളരെ കുറച്ച് പരിചയമുള്ള ആളുകൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്താ ഒരു വ്യക്തമായിട്ടുള്ള പിക്ചർ കിട്ടും. ഇപ്പേ എന്നോട് നിങ്ങൾ ആരെങ്കിലും റെഫറൻസ് ഖദീജയുടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയോ എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അല്ലേ, നമ്മള് നല്ലൊരു പരിചയമുണ്ട്, അങ്ങനെയാകുമ്പോ ശരിക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയണമെന്നില്ല. പക്ഷെ ഖദീജനെ അറിയില്ലാത്ത അല്ലെങ്കിൽ എന്താ അധികം അറിയാം എങ്കിലും വലിയ പരിചയം അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത ആളുകൾ കണ്ടക്ട് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ.
അങ്ങനെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നത്. Employer get a clear picture of the applicants because this type of reference check is conducted by the people ആര് കണ്ടക്ട് ചെയ്യണം who know a very little about the applicants. ആപ്ലിക്കൻസിനെ കുറിച്ച് അധികം അറിവില്ലാത്ത ആളുകള്, അധികം പരിചയമില്ലാത്ത ആളുകൾ കണ്ടക്ട് ചെയ്താൽ മാത്രമാണ് എന്താണ് ആ ഒരു നല്ലൊരു ക്ലിയർ പിക്ചർ എംപ്ലോയറിന് കിട്ടുള്ളൂ. പിന്നെ നല്ല ചങ്ക് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ വലിയ അത് നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്ന എവിടെയാ? കാൻഡിഡേറ്റ്സ് മുന്നേ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലേ അവിടെ ചോദിക്കാം. പിന്നെ നമ്മൾ അതിനകത്ത് ഓരോ ആപ്ലിക്കേഷൻ ഫോമിലുണ്ടല്ലോ, ഡിഗ്രിന്റെ സ്ഥലത്ത്, ബികോമിന്റെ സ്ഥലത്ത്, MA സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ ക്വാളിഫിക്കേഷൻ പറയുമ്പോ. അപ്പൊ അവര് മുന്നേ പഠിച്ച സ്ഥാപനം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരെ റെഫറൻസിനായിട്ട് എടുക്കാം. In this method, the employer can use educational institution to verify the candidate's information. അപ്പൊ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഒരു റെഫറൻസില് നമ്മള് എംപ്ലോയർ ഉപയോഗിക്കുന്ന ഏതാ? കാൻഡിഡേറ്റ്സ് മുന്നേ പഠിച്ചിരുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. The method is used to check the integrity of the educational record provided by the candidates. എന്തിനു വേണ്ടി ഇത് നടത്തുന്നത്? കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള എഡ്യൂക്കേഷണൽ റെക്കോർഡ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങള്, അതിന്റെ തീവ്രത, ഇന്റഗ്രിറ്റി, അതിന്റെ ഒരു സമഗ്രത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കും. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെ 5 തരത്തിലാണ് റെഫറൻസ് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നാമത്തെയാണ് ഇന്റർനെറ്റിൽ കൂടെ റെഫറൻസ് നടത്തും, രണ്ടാമത്തെ ടെലിഫോൺ റെഫറൻസ്, മൂന്നാമത്തെ റിട്ടേൺ റെഫറൻസ്, പിന്നെ നാലാമത്തെ പേഴ്സണൽ, വ്യക്തിയെയാണ് അവിടെ നോക്കുന്നത്, പേഴ്സണൽ റെഫറൻസ്, അഞ്ചാമത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കാൻഡിഡേറ്റ്സ് പഠിച്ചിട്ടുള്ള മുമ്പ് പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് അവിടെ റെഫറൻസിനായിട്ട് എടുക്കുന്നത്. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ ആ എഡ്യൂക്കേഷണൽ റെക്കോർഡ്, അതിന്റെ സമഗ്രത ചെക്ക് ചെയ്യാനായിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നേ? സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ. സെലക്ട് ചെയ്യണോ, ഹയറിംഗ് നിയമന തീരുമാനത്തിലേക്ക് എത്തുന്നത്. സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ, നിയമന തീരുമാനം, അല്ലെങ്കിൽ സെലക്ഷൻ ഡിസിഷൻ, സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യേണ്ട, സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. A selection or hiring decision should be made after interviewing the candidates for a position. അല്ലെ, എപ്പോഴാണ്? ആദ്യം തന്നെ നമ്മളെ നിയമിക്കുകയാണോ അവരെ? നിയമന തീരുമാനം എടുക്കുകയാണോ? അല്ല. എപ്പോഴാണ്? ആഫ്റ്റർ ഇന്റർവ്യൂവിംഗ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയതിനു ശേഷം അല്ലേ ആ നിയമന തീരുമാനം എടുക്കുന്നത്. ഇന്റർവ്യൂ നടത്തി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, അയാൾക്ക് ആ ജോലിക്ക് ചെയ്യാനുള്ള സ്കിൽസ്, എബിലിറ്റീസ് എല്ലാം ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഓക്കെയാണ്, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ഇന്റർവ്യൂവിന് ശേഷമാണ് അവിടെ സെലക്ഷൻ അല്ലെങ്കിൽ ഹയറിംഗ് ഡിസിഷൻ എടുക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്. Employer must identify which candidates is suited for the job. Employer ഐഡന്റിഫൈ ചെയ്യണ്ടേ അല്ലെ? ആ ജോലിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിനെ എംപ്ലോയർ തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യണം. Hiring decision are considered as the most important business decision which an employer take. അല്ലെ, എംപ്ലോയർ എടുക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഡിസിഷൻ ആണ് ഹയറിംഗ് ഡിസിഷൻ. അണ്ടർലൈൻ ചെയ്തേ. അതായത് ആരെങ്കിലും കൊണ്ടുവന്ന് അവിടെ നിയമിച്ചാ പോരാ, ആ ജോലി ചെയ്യാനായിട്ട്, ആ ജോലിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഇപ്പൊ 100 പേര് വന്ന് 100 പേരിൽ നിന്ന് നമുക്ക് 5 ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ 5 പേര് വന്ന് ഏറ്റവും ബ്രില്യന്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ എംപ്ലോയറിന്റെ ആ ഒരു എംപ്ലോയർ എടുക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഡിസിഷൻ ആണ് ഹയറിംഗ് ഡിസിഷൻ. നല്ല ആളെ കൊണ്ടുവന്നില്ലേ കമ്പനിക്ക് നഷ്ടം വരൂലേ? നഷ്ടം വരും. അപ്പൊ അത് കമ്പനി വഹിക്കേണ്ടി വരും, എംപ്ലോയർ അത് വഹിക്കേണ്ടി വരും, കമ്പനി വഹിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരു ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെലക്ഷൻ ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഡിസിഷൻ ആണ്. Thus, hiring decision are vital for the success of the organization. എന്തുകൊണ്ടാണ്? ആ ഓർഗനൈസേഷന്റെ വിജയത്തിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതാണ് ഹയറിംഗ് ഡിസിഷൻ.
Thus, hiring decisions are vital for the success of an organization. ഒരു ഓർഗനൈസേഷന്റെ വിജയത്തിന് വളരെയധികം പ്രധാനമായിട്ടുള്ളതാണ്. A poor hiring decision can make a serious consequence. ഇനി ശരിയായിട്ടുള്ള നിയമന തീരുമാനം അല്ലെങ്കിലോ ഡിസിഷൻ കറക്റ്റ് ആയിട്ടുള്ളതല്ലെങ്കിൽ പല കോൺസിക്വൻസും നേരിടാം. കമ്പനിക്ക് പല കോൺസിക്വൻസും ഉണ്ടാകാം. Poor hiring decision can have a serious consequence. Managers must determine whether the candidate is capable to performing the job effectively and whether he or she has all the skills, experience, education which are essential for the job. അപ്പോൾ മാനേജർ തീർച്ചയായിട്ടും നിർണ്ണയിക്കണം ആ ജോലി നല്ല കാര്യക്ഷമമായിട്ട് ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ട് കഴിവുണ്ടോ, ആ കാൻഡിഡേറ്റ്സിന് കഴിവുണ്ടോ, അവന് അതിന് അനുയോജ്യമായിട്ടുള്ള സ്കില്ലുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, എഡ്യൂക്കേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ മാനേജർ തീർച്ചയായിട്ടും നിർണ്ണയിക്കണം. The following points must be taken into account while making the hiring decision. ഒരു നിയമന തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോയിന്റ്സുകൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. ഈ പോയിന്റ്സ് കണക്കിലെടുക്കണം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അത് ഈ പോയിന്റ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. The following points, which of the following points must be taken into account while making hiring decision? ഒരു നിയമന തീരുമാനം എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്? ഏതൊക്കെ പോയിന്റ്സ് ആണ് കണക്കിലെടുക്കേണ്ടത്? ഒന്നാമത്തെ നോക്കിയേ, എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് ഹിസ്റ്ററി. അവരുടെ എക്സ്പീരിയൻസ് നോക്കണം, വർക്ക് ഹിസ്റ്ററി നോക്കണം. രണ്ടാമത്തെ നോളജ് ആൻഡ് എബിലിറ്റി, അവരുടെ നോളജ്, അറിവും കഴിവുകളും നോക്കണം. മൂന്നാമത്തെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കണം. നാലാമത്തെ നോക്കിയേ, എബിലിറ്റി ടു സോൾവ് ലോജിക്കൽ പ്രോബ്ലംസ്, യുക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി അത് നോക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് നോക്കണം. കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ടു പെർഫോം ദ വർക്ക് ഇൻ ദ കമ്പനി, ആ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള പ്രതിബദ്ധതയും പ്രചോദനവും. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മളൊരു നിയമന തീരുമാനം എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാ? 6 പോയിന്റ്സ് നോക്കിയേ. Experience, working history, knowledge and ability, education details, ability to solve logical problems, and then communication skills, then commitment and motivation to perform the work in the company. ആ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള പ്രചോദനവും അതുപോലെ പ്രതിബദ്ധതയും. ഓക്കെ, അതൊന്നും ഇമ്പോർട്ടന്റ് ആണ്, അവിടെ നോട്ട് ചെയ്ത് വെച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇനി hiring an appropriate candidates for an organization is a very difficult task. എളുപ്പമുള്ള കാര്യമല്ല അല്ലെ? എളുപ്പമുള്ള കാര്യമാണോ ഈ നിയമനം എന്ന് പറയുന്നത്? എത്ര പ്രോസസ് സ്റ്റെപ്സ് കാര്യങ്ങൾ കഴിഞ്ഞ് വേണം ഒരു നിയമന ലാസ്റ്റ് ഫൈനല് ഒരു നിയമന തീരുമാനം എടുക്കാൻ. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ടാസ്ക് ആണ്. നമ്മൾ മുന്നേ പഠിച്ചില്ലേ? അതുകൊണ്ട് മിക്ക എംപ്ലോയർമാരൊന്നും ഇതിനധികം വില്ലിങ് ആവില്ലാന്ന് ഈ ഹയറിംഗ് ഇതിന് എടുക്കാനായിട്ട്. വെച്ചാൽ അല്ലെങ്കിൽ എന്താ പറയാ, കറക്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതിന് വേണം അവിടെ സെലക്ട് ചെയ്യാൻ. അതെന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമുള്ള ഒരു ജോലിയൊന്നും അല്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണെന്ന്. If the employer has any doubt about the candidate's ability, ഇനി കാൻഡിഡേറ്റ്സിന്റെ കഴിവുകളെ കുറിച്ച് എംപ്ലോയറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ then he or she should not hire that person. അവരെ നിയമിക്കരുത്. ഉണ്ടോ? നമ്മൾ ചിലര് പറയുമ്പോ അറിയാലോ, എന്തെങ്കിലും തപ്പലും തടയലും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളതൊന്നും ഇല്ല. അപ്പൊ അത് സംശയം വന്നു. കാൻഡിഡേറ്റ്സിന്റെ കഴിവുകളെ കുറിച്ച് എംപ്ലോയറിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ should not hire that person. അവരെ നിയമിക്കാൻ പാടില്ല. This is one fundamental rule of making a hiring decision. ഒരു നിയമന തീരുമാനം എടുക്കുമ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നിയമമാണ്. ഏത്? കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിയമിക്കരുത്. ക്ലിയർ ആയോ? അതൊരു ഫണ്ടമെന്റൽ റൂൾ ആണ്. വൺ ഓഫ് ദ ഫണ്ടമെന്റൽ റൂൾ ഓഫ് മേക്കിംഗ് ഹയറിംഗ് ഡിസിഷൻ. ഇനി കുറച്ച് ടിപ്സ് അവിടെ പറഞ്ഞേക്കണേ. ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. ശരിയായിട്ടുള്ള നിയമന തീരുമാനം, അതിനുള്ള ടിപ്സ്. എന്തൊക്കെ ടിപ്സ് ആ നോക്കിയേ. ഇതും നോട്ട് ചെയ്തോട്ടോ. ബൈ ഹാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതൊക്കെ ഇതൊന്ന് വായിച്ചു വെച്ചാൽ മതി. എന്തൊക്കെ ടിപ്സ് ആണ്? നമ്മൾ അടുക്കളയിലെ ഭക്ഷണത്തിന് നല്ല രുചിയൊക്കെ കൂട്ടാൻ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ നമ്മൾ ചേർക്കാറില്ലേ? ടിപ്സുകൾ, കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ഭക്ഷണത്തിന്റെ സ്വാദ് കൂട്ടാൻ.
ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കൂ അല്ലെ. ഇവിടെ നോക്കിയേ എന്തൊക്കെയാണ് ഒരു ശരിയായ നിയമനം അതിന് എടുക്കാനുള്ള ഒരു ടിപ്സുകളാണ്. ഫോളോയിങ് ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. ഒന്നാമത് നോക്കിയേ, എംപ്ലോയർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ്. എംപ്ലോയർ എന്താ പറയാ മനസ്സിലാക്കിയിരിക്കണം ഏതാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആ വ്യത്യാസം മനസ്സിലായിരിക്കണം. It is important for the employer to understand the skills which are necessary to perform the job. അതാണ് ഒന്നാമത്തെ കാര്യം. ആ ജോലി നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എംപ്ലോയർ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയർ ആദ്യം മനസ്സിലാക്കണം ഇന്ന കഴിവുകൾ വേണം, ഈ ജോലി ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇത്ര വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് എനിക്കറിയാമെങ്കിലല്ലേ അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താ എംപ്ലോയർ മനസ്സിലാക്കിയിരിക്കണം ആ ജോലി നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസുകള് കഴിവുകള് അതിന് അത്യാവശ്യം വേണ്ട കഴിവുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എംപ്ലോയർ മനസ്സിലാക്കിയിരിക്കണം. ആ ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ്സ് വാണ്ട്സ് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ, എംപ്ലോയർ മസ്റ്റ് പ്രയോറിറ്റൈസ് ദ സ്കിൽസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ജോബ്. ജോലിയുടെ സ്വഭാവത്തിന് അനുസരിച്ച് എന്ത് ചെയ്യണം? മുൻഗണന നൽകണം. പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ മുൻഗണന നൽകുക. ആ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള സ്കിൽസിന് മുൻഗണന നൽകണം. എന്തെങ്കിലും കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ജോലി, ആ ജോലിക്ക് എന്താ കഴിവ് വേണ്ടേ, ആ കഴിവുകൾക്കാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത്. ക്ലിയർ ആയി? രണ്ടാമത്തെ പോയിന്റ്. എന്തെങ്കിലും കുറെ കഴിവുകൾ ഉണ്ടായിരിക്കും അയാൾക്ക്, പക്ഷെ ആ ജോലി നിർവഹിക്കാനുള്ള കഴിവ് അതിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഇനി മൂന്നാമത്തെ നോക്കിയേ, എംപ്ലോയർ മസ്റ്റ് പ്രിപ്പയർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ബിഫോർ കണ്ടക്ടിങ് ആൻ ഇന്റർവ്യൂ. അത്രയും അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടോ, അണ്ടർലൈൻ ചെയ്താൽ മതി. അതായത് ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ എംപ്ലോയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ഇന്റർവ്യൂ ചെയ്യാൻ പോയിട്ട് അവിടെ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതിയോ? അപ്പൊ അത് അത്രയും ഇതാവില്ല അല്ലെ. ഓൾറെഡി പ്രിപ്പയർ ആയിരിക്കണം. ഇന്ത്യയിലെ ക്വസ്റ്റ്യൻസ് വേണം, ഇതൊക്കെ ഉൾപ്പെടുത്തണം. ആ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇന്റർവ്യൂവർ തയ്യാറാക്കി വെക്കണം. അത് ഒരു വലിയൊരു കാര്യമാണ്. Prepare interview questions before conducting an interview. He or she should prepare the question guide, which must include some behavioral interview questions. Question guide employer should prepare a question guide which must include some behavioral interview questions. ചില ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ബിഹേവിയറൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അത് ഉൾപ്പെടുന്ന ഇന്റർവ്യൂ ഗൈഡ് പ്രിപ്പയർ ചെയ്യണം. അതായത് വേറെ ഒന്നുമില്ല, ഇന്റർവ്യൂവിന് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അത് ഓൾറെഡി നമ്മൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ. അല്ലാതെ അപ്പൊ വായിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും പിടിച്ച് ചോദിക്കാനോ പറയാനോ ഒന്നും പാടില്ല. ഓൾറെഡി പ്രിപ്പയർ ആയിരിക്കണം. അടുത്ത നോക്കിയേ, എംപ്ലോയർ ഷുഡ് ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ദ കാൻഡിഡേറ്റ്സ്. എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ? ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്പൺ എംപ്ലോയർ ഷുഡ് ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനോട് തുറന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ, എസ് ഓർ നോ എന്ന് മാത്രം ചെറുതായിട്ട് പറയുന്നതിന് പകരം കുറച്ചുകൂടി ഉത്തരം നൽകാൻ പറ്റാത്തതും എന്നാൽ വിശദമായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, അങ്ങനെ ഉത്തരം നൽകുന്നതുമായ ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡഡ്. കുറച്ചും കൂടി തുറന്നേ എന്തെങ്കിലും ചോദിച്ചാൽ യെസ് നോ അത് മാത്രമല്ല കുറച്ചും കൂടി ഡീറ്റെയിൽ കിട്ടുന്ന രീതിയിലുള്ളതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വിശദമായിട്ടുള്ള ബ്രീഫ് ആൻസർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് ഓൺലി ഒബ്ജക്റ്റീവ് പോലെ അല്ല, അവിടെ എസ് ഓർ നോ എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല, അല്ലാതെ കുറച്ചും കൂടി ബ്രീഫ് ആയിട്ട് ഒരുപാട് എസ് പോലെ ഒന്നും പറയണ്ട, കുറച്ചും കൂടി ലളിതമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് help to interviewer to find out how the candidates think and resolve a problem. എന്ത് സഹായിക്കും? എങ്ങനെ കാൻഡിഡേറ്റ്സിന്റെ ചിന്തകള് അല്ലെ ആ പ്രശ്നത്തെ റിസോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ഇന്റർവ്യൂവറിന് ഹെൽപ്പ് ചെയ്യും. എസ് ഓർ നോ മാത്രമാകുമ്പോ അവന്റെ കഴിവുകൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? അവന് രണ്ട് ഓപ്ഷനുള്ളൂ, യെസ് ഓർ നോ, അത് മാത്രമേ പറയുള്ളൂ. എന്നാൽ അങ്ങനെയുള്ളത് അല്ലാതെ ബ്രീഫ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി
നമുക്ക് ചിന്തിച്ച് പറയാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്റർവ്യൂവിന് സഹായിക്കും. കാൻഡിഡേറ്റ്സിന്റെ ചിന്തകള്, അവരുടെ എന്താണ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് എംപ്ലോയറിന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് അത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ വിത്ത് കാൻഡിഡേറ്റ്സ് അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഫുള്ളായിട്ടൊന്ന് വാല്യൂ വെച്ച് നോക്കണ്ട. Employer should ask the open-ended questions with the candidates. അത്രയും മതി. ഇനി അടുത്ത നോക്കി അഞ്ചാമത്തെ, employer should stay away from follow-up questions and leading statement. Employer വിട്ട് നിൽക്കണം. ഇതിനെ അതിന് follow-up questions, leading statement. Leading statement എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പ്രേരിപ്പിക്കൂലേ? പ്രതികരിക്കുന്ന ആളെ അതിന് സമ്മതിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അനുമാനങ്ങൾ, അങ്ങനെയുള്ളതാണ് ലീഡിംഗ് ക്വസ്റ്റ്യൻ, ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ്. അതിലേക്ക് നമ്മളൊരു പ്രേരണ, അത് സമ്മതിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ഈ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്, അതിൽ നിന്നൊക്കെ എംപ്ലോയർ വിട്ടു നിൽക്കണം. ഓക്കെ. Employer should ask some probing questions to the candidates. Probing question, അന്വേഷണാത്മകമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടാ. അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. Employer should ask some probing questions to the candidates. അന്വേഷണാത്മകമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. It will help in identify the knowledge and understanding the candidates. Knowledge, candidatesന്റെ knowledge, candidatesന്റെ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്. നോളജ്, കാൻഡിഡേറ്റ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എംപ്ലോയർ ഇങ്ങനെയുള്ള പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ലാസ്റ്റ് പോയിന്റ് നോക്കി, ഏഴാമത്തെ, എംപ്ലോയർ ഷുഡ് എൻഷുർ ദാറ്റ് കാൻഡിഡേറ്റ്സ് ഗിവൺ റിലവന്റ് ഇൻഫർമേഷൻ. നല്ല റിലവന്റ് ആയിട്ടുള്ള, പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ടെന്ന് എംപ്ലോയർ ഉറപ്പുവരുത്തണം. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ടുള്ള അത് പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ കാൻഡിഡേറ്റ്സ് നൽകുന്നുണ്ടെന്ന് എംപ്ലോയർ ഉറപ്പുവരുത്തണം. Some candidates access the internet for online interview tips. ചില കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, ഇന്റർവ്യൂവിനൊക്കെ പോണേക്കായി 2 ദിവസം മുന്നൊക്കെ ഓൺലൈൻ ഇന്റർവ്യൂ ടിപ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിട്ടും. ഇഷ്ടംപോലെ കിട്ടൂലേ? ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അത് ബൈഹാർട്ട് ചെയ്ത് കിട്ടുമോ? അതിന് കാര്യമുണ്ടോ? ഉണ്ടോ? അതായത് some candidates access the internet for online interview tips. അതായത് ഇന്റർവ്യൂ ടിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ആയിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. അപ്പൊ അവൻ ഓൾറെഡി പ്രിപ്പയർ ആണ് അല്ലെ? പ്രിപ്പയർ ചെയ്യണം, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം. എന്നാ ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് കാര്യമില്ല. They may be prepared for interview and well aware of the standard questions. Standard questions, അതിനെ കുറിച്ച് aware ആയിരിക്കണം. Employer should never accept a standard response because an interview is an evaluation to see whether the candidate is so suitable for the job or not. എന്താ ഇന്റർവ്യൂ എന്ന് പറയുന്നത്? എന്താ? ഇവാലുവേറ്റ് ചെയ്യാണ് കാൻഡിഡേറ്റ്സ്. ഞാൻ ചോദിക്കാം അവന് സ്യൂട്ടബിൾ ആണോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ അല്ലയോ, അനുയോജ്യമാണോ അല്ലയോ എന്ന ഈ ഇന്റർവ്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്റർവ്യൂവർ, അത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ബൈഹാർട്ട് ചെയ്ത സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, ഈ കത്തമേ പൂച്ചേ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ടിപ്സ് കണ്ട് അത് മാത്രം ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ അവന്റെ യഥാർത്ഥത്തിലുള്ള സ്കിൽസ് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല അത്രത്തോളം ഉണ്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ അത്രയും ഇത് ചെയ്യരുത്. നമുക്ക് ഒരു ഇന്റർവ്യൂവിന്റെ ടിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചോട്ട ഇഷ്ടംപോലെ ഉണ്ടാവും. അത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോയിട്ട് കാര്യമില്ല. അവന്റെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങളല്ലാതെ അവൻ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് റെസ്പോൺസ് ഇന്റർവ്യൂവർ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. അവന് ഉള്ളിൽ നിന്നുള്ള കാര്യമല്ല, അവൻ ഓൾറെഡി ബൈഹാർട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇത് ശരിക്കും ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവൻ ആ ജോലിക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ, ഇച്ചിരി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ, അവന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങള്, സ്കിൽസ്, അതൊക്കെ പുറത്ത് വരുന്ന രീതിയിൽ, കഴിവുകളൊക്കെ പൂർണ്ണമായും വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ എന്ന് നോക്കിയേ? ഇത്രയും ടിപ്സുകളാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ആ ഒരു ഇന്റർവ്യൂവറൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു പോസ്റ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ടിപ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം കേട്ടോ. ഓക്കെ, ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്തൊക്കെ ടിപ്സ് ആണ്
നമ്മൾ ഇന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട്. ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് അത്രയും ആ ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്, റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പുതിയതാണ്, ജോബ് ഓഫർ ആണ്. ഓക്കെ, ഇത്ര ഒന്ന് വായിച്ചു വെച്ചേരെ കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.